ബീഹാർ ബി.ഡി വിവാദത്തിൽ പുകഞ്ഞ കേരളത്തിലെ കോൺഗ്രസ്. വിവാദത്തിൽ മലക്കം മറിഞ്ഞ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വിശദീകരണം. വി.ടി. ബൽറാം രാജിവെച്ചിട്ടില്ലെന്നും ഡിജിറ്റൽ വിഭാഗത്തിന്റെ പദവിയിൽ തുടരുകയാണെന്നും സണ്ണി ജോസഫിന്റെ മലക്കം മറിച്ചിൽ സതീശന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നു. അതേസമയം കെ.പി.സി.സിക്ക് ഡിജിറ്റൽ മീഡിയ വിഭാഗം ഇല്ലെന്ന വി.ഡി. സതീശന്റെ വാദം സണ്ണി ജോസഫിന്റെ വിശദീകരണത്തോടെ പൊളിഞ്ഞു. സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ വി.ടി. ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബീഹാർ ബി.ഡി വിവാദത്തിൽ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്ന വിശദീകരണം കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തിരുത്തി. സതീശന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് സണ്ണി ജോസഫിന്റെ നിലപാട് മാറ്റം. വി.ടി. ബൽറാം കോൺഗ്രസിന്റെ കെ.പി.സി.സിയുടെ വൈസ് പ്രസിഡന്റാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെയാണ് ഈ ചുമതല. അദ്ദേഹം അതിൽ നിന്ന് ഒഴിയാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ അതിന് പകരം ഒരാളെ കണ്ടെത്തുന്നത് വരെ അത് തുടരാൻ തന്നെയാണ് നേരത്തെ പറഞ്ഞതാണ്, ഇപ്പോഴേ അല്ല. ഈ കാര്യത്തിന്റെ പേരിലുമല്ല. ഇതിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ല. അത് ക്ലിയർ ആക്കിയതാണ്. എന്നാൽ സണ്ണി ജോസഫിന്റെ വിശദീകരണം വന്നതോടെ കെ.പി.സി.സിക്ക് ഡിജിറ്റൽ മീഡിയ വിഭാഗം ഇല്ലെന്ന വി.ഡി. സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ വാദം പൊളിഞ്ഞു. അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സോഷ്യൽ മീഡിയ സംവിധാനം കേരളത്തിലെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിയില്ല. അതെനിക്കറിയാം. കെ.പി.സി.സി പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിക്കണം. എനിക്കറിയില്ല ഇത് ആരാണ് കൊടുത്തത്. കോൺഗ്രസ് പേരിൽ ഒരുപാട് പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇനി കോൺഗ്രസ് വിരുദ്ധരാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിലുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അത് കെ.പി.സി.സി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കാര്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല, ചുമതല ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് നൽകിയിട്ടില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും? പി സരിൻ പാർട്ടി വിട്ട ശേഷം സതീശന്റെ അറിവോടെ ഡിജിറ്റൽ വിഭാഗം നിയന്ത്രിച്ചത് ബൽറാമാണ്. സതീശന്റെ PR-ആയും ഡിജിറ്റൽ ടീമുമായാണ് ഇത് പ്രവർത്തിച്ചത്. പലപ്പോഴും മറ്റു നേതാക്കളെ ഇകഴ്ത്താനും ഈ ടീമിനെ സതീശൻ ഉപയോഗിച്ചുവെന്നും പരാതിയുണ്ട്. ഇതെല്ലാം മറച്ചുവെച്ചാണ് സതീശൻ ഡിജിറ്റൽ ടീമിനെ തള്ളിപ്പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചതെന്ന് പി സരിൻ ആരോപിച്ചു. ഡിജിറ്റൽ മീഡിയയെ മുഴുവനായി ഹൈജാക്ക് ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പരാതി എല്ലായ്പ്പോഴും കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ആ സംവിധാനത്തെ സോഷ്യൽ മീഡിയയിൽ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന വി.ഡി. സതീശൻ തന്നെയാണ് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ പാർട്ടി എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി പാർട്ടിയുടെ പൊസിഷനിങ് എടുക്കാൻ പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഒരു വിഭാഗത്തെ ഇല്ല എന്ന് പറയുന്നത്. എന്നാൽ വിവാദങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ്. ദേശീയ വിഷയങ്ങളിൽ സ്വന്തം നിലയ്ക്കുള്ള പ്രതികരണം വേണ്ടതില്ലെന്നാണ് കെ.പി.സി.സിക്ക് ഹൈക്കമാൻഡ് താക്കീത് നൽകിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.